ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് മൂവി ആയിട്ടുള്ള DS ഇരയുടെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. ലോക സിനിമ കഴിഞ്ഞതിന് ശേഷം മലയാളികൾ ആഘോഷിക്കുന്ന ഒരു മൂവിയാണല്ലോ DS ഇറ. ഈ സിനിമ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിമാണ്. ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. സസ്പെൻസ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, നല്ല പുതുമയുണ്ട്. പോരാത്തതിന് സിനിമയുടെ എല്ലാ ഷോട്ടുകളും വളരെ നല്ല രീതിയിൽ പെർഫെക്ഷൻ കീപ്പ് ചെയ്തിട്ടാണ് സംവിധായകൻ ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിം ആണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത്, ഇപ്പോൾ ഒരുപാട് പേരൊക്കെ പറഞ്ഞു വരുന്നത് പോലെ തിയേറ്ററിനുള്ളിലെ അനാവശ്യമായിട്ടുള്ള കമന്റ് അടികളും സൗണ്ട്സും ലൈറ്റ്സും ഒക്കെ ഒഴിവാക്കി സമാധാനപരമായി ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ സിനിമ കാണാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ വെച്ചിട്ട് ഈ ഫിലിം കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നെഗറ്റീവ് റിവ്യൂ ഒന്നുമല്ല, എന്നാലും പറയാം. രാഹുൽ സദാശിവന്റെ ഇതിനു മുൻപിറങ്ങിയിട്ടുള്ള 2 സിനിമകൾ, അതായത് ഭൂതകാലം, ബ്രഹ്മയുഗം എന്നീ സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 സിനിമകളും ഇതിനെക്കാട്ടിലും DS ഇറയെക്കാട്ടിലും മികച്ചത് തന്നെയാണെന്ന് പറയാം. അതായത് രാഹുൽ സദാശിവന്റെ 2013 ഇറങ്ങിയ റെഡ് റെയിൻ എന്ന അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡിബേറ്റിന് ശേഷം 9 വർഷം കഴിഞ്ഞാണ് ഭൂതകാലം റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് ബ്രഹ്മയുഗം റിലീസ് ചെയ്യുന്നത്. അത്യാവശ്യം സമയമെടുത്ത് വർക്ക് ചെയ്ത് തന്നെയാണ് ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമകളും പുറത്തിറങ്ങിയിട്ടുള്ളത്. ബ്രഹ്മയുഗത്തിനു ശേഷം 1 വർഷം മാത്രം ഗ്യാപ്പിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമായത് കൊണ്ടാണോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെങ്കിലും രാഹുൽ സദാശിവത്തിന്റെ DS ഇറയെക്കാട്ടിലും നല്ല ഫിലിമുകളാണ് ബ്രഹ്മയുഗവും ഭൂതകാലവും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം പ്രണവ് മോഹൻലാലിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ഇതുവരെ ഉള്ളതിൽ വെച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഫിലിം തന്നെയാണ് DS ഇറ എന്ന് നിസ്സംശയം പറയാം. ബട്ട് ടു ബി ഫ്രാങ്ക്, ഹി നീഡ് മോർ ഇംപ്രൂവ്മെന്റ്സ്. പേടിക്കുന്ന സീനുകളും ചൂടാവുന്ന സീനുകളും ഒക്കെ ഭയങ്കര പെർഫെക്ഷൻ ഉണ്ട്. ബട്ട് പ്രത്യേകിച്ച് ഡയലോഗ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുന്ന എക്സ്പ്രഷൻസ് കുറച്ച് വീക്കായിട്ടാണ് തോന്നിയത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സീൻസുകളൊക്കെ കുറെ കൂടി ബെറ്റർ ആക്കാമായിരുന്നു പ്രണവ് മോഹൻലാലിന് എന്ന് തോന്നി. പക്ഷെ ഇത് സിനിമയുടെ കഥയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു നല്ല സിനിമ, കണ്ടിരിക്കാൻ കഴിയുന്ന, അത്യാവശ്യം എൻഗേജ്ഡ് ആയി തന്നെ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു നല്ല സിനിമ എന്ന് പറയാം. നമുക്കൊരു 7 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, DS ഇറ എന്ന മലയാളം ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി, പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ ബൈ.